മാറിയപ്പോൾ മലയാളികളുടെ ഭക്ഷണശീലവും രുചിയും മാറി. സ്വന്തം വീട്ടുവളപ്പിൽ നിന്നും കൃഷി ചെയ്ത ഭക്ഷണം കഴിക്കുന്ന മലയാളികൾക്ക് ഇന്ന് പ്രിയം ഫാസ്റ്റ് ഫുഡിനോടാണ്, അല്ലേ? അതെ, അമ്മ രുചി അമൃത രുചിയാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കുകയാണ് കണ്ടതും കേട്ടതും എന്ന ഈ ഒരു സംഭാഷണം. അവതരിപ്പിക്കുന്നത് കല്യാണിയും കാവേരിയും. പ്രിയ കൂട്ടുകാരെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അമ്മേ, അമ്മേ, ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുവാ? എന്താ കല്ലു, കിടന്ന് വിളിച്ചു പോകാതെ കാര്യം പറ. ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത്? ചോറും കറിയൊക്കെ ഡൈനിങ് ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, എടുത്ത് കഴിച്ചാ പോരെ? ഓ, ഈ അമ്മയുടെ ഒരു ചോറും കറി എനിക്ക് വേണ്ട. അതെ, എന്റെ പൊന്നു മോൾക്ക് വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്, അടുക്കളയിലോട്ട് ചെന്ന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കഴിച്ചോ. എനിക്ക് വേറെ പണിയുണ്ട്. അതെന്താ വേറെ പണി? എനിക്ക് വീട് വൃത്തിയാക്കേണ്ടേ, നിങ്ങളെല്ലാം ഡ്രസ്സ് വാഷ് ചെയ്യണ്ടേ, പിന്നെ കുളിക്കണം, കഴിക്കണം, തുണി മടക്കണം. മതി മതി മതി, നിർത്ത്. ഞാൻ വല്ല സ്വിഗ്ഗിയോ സൊമാറ്റോയോ വഴി ഓർഡർ ചെയ്ത് കഴിച്ചോളാം. അത്രയല്ലേ ഉള്ളൂ, പ്രശ്നം തീർന്നില്ലേ? നീ ഒന്നും ഒരിക്കലും പഠിക്കില്ല. ഇതൊക്കെ ആരോട് പറയാൻ? അറിയാത്ത കുഞ്ഞ് ചൊറിയുമ്പോ അറിയും. അമ്മ അങ്ങനെ എന്നെ കൊച്ചാക്കൊന്നും വേണ്ട. കഴിഞ്ഞ യൂണിറ്റ് ടെസ്റ്റിന് ഞാൻ ആ ക്ലാസ് ഫസ്റ്റ്, എന്നിട്ടാ അമ്മ പറയുന്നേ ഒന്നും പഠിക്കില്ല എന്ന്. എടി കല്ലു, എത്ര പഠിച്ചാലും ജീവിതം പഠിച്ചില്ലെങ്കിൽ ഗുണം പിടിക്കില്ല, മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ശരി, ഞാൻ ഇപ്പൊ മനസ്സിലാക്കി തരാം. പത്തായത്തിലിറങ്ങിയൊരിത്തിരി നെല്ലെടുക്കെന്റെ മോളെ, എനിക്കു വയ്യമ്മോ, എലി എന്നെ കടിച്ചു കൊല്ലുമമ്മോ. ഓരകളത്തിലെ നെല്ലിനെ ഇത്തിരി ഇടിച്ചു താ മോളെ, എനിക്കു വയ്യമ്മോ, ചെറുക്കന്മാർ ഒന്നിച്ചു നോക്കുമമ്മോ. അടുക്കളയിലെ അരി വേവിച്ചു വാർക്കടി പൊന്നു മോളെ, എനിക്കു വയ്യമ്മോ, അടുപ്പെന്നെ തുറിച്ചു നോക്കുമമ്മോ. ഇല തുടച്ചിട്ടു വിളമ്പി വെച്ചെടി ഉണ്ണാൻ വാ മോളെ, എന്തു രുചിയമ്മോ, ഇത്തിരി കൂടി വിളമ്പമ്മോ. എന്തു രുചിയമ്മോ, ഇത്തിരി കൂടി വിളമ്പമ്മോ. എന്താ ഇത്ര ചിരിക്കാൻ മാത്രം? ഞാൻ കാര്യമായിട്ടല്ലേ പറഞ്ഞത്. അല്ല, ഈ പാട്ട് ഞാൻ മലയാളം പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ വട്ടപ്പറമ്പിൽ സാറ് ഞങ്ങളെ അധ്വാനത്തിന്റെ മഹത്വത്തെ കുറച്ച് പഠിപ്പിച്ച പാട്ടല്ലേ? അമ്മ ഇത് അവസരം മുതലാക്കി തന്നെ ഉപയോഗിച്ചു. മിടുക്കി, സമ്മതിച്ചിരിക്കുന്നു. ഓ, അങ്ങനെയെങ്കിലും നീ എന്നെ അംഗീകരിച്ചല്ലോ. ആ, ഇനിയിപ്പോ ചോറുണ്ണാൻ നോക്ക്. എനിക്കു വേണ്ടമ്മോ, എന്റെ വയറു നിറഞ്ഞമ്മോ. എനിക്കു വേണ്ടമ്മോ, എന്റെ വയറു നിറഞ്ഞമ്മോ. നന്ദി, നമസ്കാരം. കുട്ടികളെ ഭാവനയുടെയും ചിന്തയുടെയും ലോകത്തേക്ക് ആനയിക്കുന്നതാണ് പഞ്ചതന്ത്രം കഥകൾ. കുട്ടികൾക്ക് ഭാഷയിൽ അടിസ്ഥാനമുറപ്പിക്കാൻ ഇത്തരം കഥകളും കവിതകളും കോർത്തിണക്കിയതാണ് മലയാളം പള്ളിക്കൂടത്തിന്റെ പാഠ്യപദ്ധതി. അതെ, രസകരമായ ഒരു പഞ്ചതന്ത്രം കഥയുമായി എത്തുകയാണ് കൊച്ചുമിടുക്കരായ നന്ദകിഷോറും ഷഹസാദും. ഒരു വലിയ കയ്യടിയോടെ അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹായ്, കണ്ണാടി പോലത്തെ വെള്ളം. ഈ കാട്ടരുവിൽ ഇത്രയും നല്ല തെളിഞ്ഞ വെള്ളം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഹമ്പട, ഇവൻ കൊള്ളാമല്ലോ. തടിച്ചു കൊഴുത്തു മിനുത്ത്, എന്തൊരു ചന്തം. വെള്ളം കുടിക്കാനുള്ള വരവാണ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്തായാലും അവനെ ഒന്ന് ചുറ്റിച്ചിട്ടാകാം ബാക്കി കാര്യം. ഹേ ആട്ടിൻകുട്ടി, നീ എന്തിനാണ് അരുവിയിലെ വെള്ളം കലക്കിയത്? ഞാൻ വെള്ളം കലക്കിയില്ലല്ലോ, ഞാൻ വെള്ളം കുടിച്ചു പോലും തുടങ്ങിയില്ല. എങ്കിൽ നിന്റെ അച്ഛനായിരിക്കും വെള്ളം കലക്കിയത്. അതിനെന്റെ അച്ഛൻ ഞാൻ ജനിക്കും മുമ്പേ മരിച്ചു പോയല്ലോ. എന്നാ പിന്നെ നിന്റെ മുത്തച്ഛനായിരിക്കും. എന്നോട് തർക്കുത്തരം പറയാൻ നീ ആയിട്ടില്ല, മനസ്സിലായോ? മര്യാദക്കെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ, സത്യമായിട്ടും ഞാനല്ല. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് മലയാളികളെ പഠിപ്പിച്ച വള്ളത്തോളിന്റെ നാട്ടിൽ ഇന്ന് മലയാളം സംസാരിക്കുന്നത് കുറ്റകരമാകുന്ന വിദ്യാലയങ്ങളുണ്ട്. അതെ, മലയാളം
സംസാരിച്ചതിന്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന കുട്ടിയുടെ ദുരവസ്ഥ ഓട്ടം തുള്ളലായി അവതരിപ്പിക്കുന്നതിനായി മലയാളം പള്ളിക്കൂടത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനിയും പ്രശസ്ത കഥകളി ആചാര്യനായിരുന്ന നെല്ലിയാട് വാസുദേവൻ നമ്പൂതിരിയുടെ കൊച്ചുമകളുമായ അമ്മിണി നെല്ലിയോടിനെ ക്ഷണിക്കുന്നു. ഗുരുചരണാംബുജ യുഗളമുദാരം ഗുരുചരണാംബുജ യുഗളമുദാരം പരിചരണേന വണങ്ങി വണങ്ങി ഗുരുചരണാംബുജ യുഗളമുദാരം പരിചരണേന വണങ്ങി വണങ്ങി പരിചൊടു നല്ലൊരു കഥ പറവാൻ മുത പരിചൊടു നല്ലൊരു കഥ പറവാൻ മുത പരിസതി ഞാനിഹ വന്ദിക്കുന്നേ പരിചൊടു നല്ലൊരു കഥ പറവാൻ മുത പരിസതി ഞാനിതാ വന്ദിക്കുന്നേ. ഞാനൊരു ബാലൻ കുണ്ടാമണ്ടി ഞാനൊരു ബാലൻ കുണ്ടാമണ്ടി എല്ലാരും ചൊല്ലുന്നുണ്ടേ. ഞാനൊരു ബാലൻ കുണ്ടാമണ്ടി എന്നെല്ലാരും ചൊല്ലുന്നുണ്ടേ. സത്യം ചൊല്ലാൻ മുതിരുന്നതിനാൽ സത്യം ചൊല്ലാൻ മുതിരുന്നതിനാൽ നിത്യം തല്ലുകളേറെ കിട്ടും. സത്യം ചൊല്ലാൻ മുതിരുന്നതിനാൽ നിത്യം തല്ലുകളേറെ കിട്ടും. പണ്ടൊരു നാളിൽ പള്ളിക്കൂട പണ്ടൊരു നാളിൽ പള്ളിക്കൂട പടികേറുമ്പോൾ വന്നു ഭവിച്ചൊരു പണ്ടൊരു നാളിൽ പള്ളിക്കൂട പടികേറുമ്പോൾ വന്നു ഭവിച്ചൊരു പഴയ ചരിത്രം കേൾക്കുക നിങ്ങൾ. പഴയ ചരിത്രം കേൾക്കുക നിങ്ങൾ. വഴി പറയല്ലൻ മൊഴി കേൾക്കുമ്പോൾ പഴയ ചരിത്രം കേൾക്കുക നിങ്ങൾ. പഴി പറയല്ലൻ മൊഴി കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് അല്ലാതൊരു മൊഴി ചൊന്നാൽ ഇംഗ്ലീഷ് അല്ലാതൊരു മൊഴി ചൊന്നാൽ തല്ലും കിട്ടും മുടിയും വെട്ടും. ഇംഗ്ലീഷ് അല്ലാതൊരു മൊഴി ചൊന്നാൽ തല്ലും കിട്ടും മുടിയും വെട്ടും. ഇലും കിട്ടും മുടിയും വെട്ടും. ഇംഗ്ലീഷ് അല്ലാതൊരു മൊഴി ചൊന്നാൽ തല്ലും കിട്ടും മുടിയും വെട്ടും. ഞാനൊരു നാളിൽ നമസ്തേ എന്നൊരു ഞാനൊരു നാളിൽ നമസ്തേ എന്നൊരു ഞാനൊരു നാളിൽ നമസ്തേ എന്നു ഞാനൊരു നാളിൽ നമസ്തേ എന്നൊരു വാക്കു പറഞ്ഞതിനെന്നെ തല്ലി. ഞാനൊരു നാളിൽ നമസ്തേ എന്നൊരു വാക്കു പറഞ്ഞതിനെ തല്ലി. ഞാനൊരു നാളിൽ നമസ്തേ എന്നൊരു വാക്കു പറഞ്ഞതിനെന്നെ തല്ലി. അയ്യോ എന്നറിയാതെ വിളിച്ചു. 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 അപ്പോൾ കിട്ടി വീണ്ടും തല്ല്. അയ്യോ എന്നറിയാതെ വിളിച്ചു. അപ്പോൾ കിട്ടി വീണ്ടും തല്ല്. അറിയാതെ ഞാൻ അമ്മേ എന്നു അറിയാതെ ഞാൻ അമ്മേ എന്ന് വിളിച്ചു. കിട്ടി വീണ്ടും തല്ല്. അറിയാതെ ഞാൻ അമ്മേ എന്ന് വിളിച്ചു. കിട്ടി വീണ്ടും തല്ല്. അറിയാതെ ഞാൻ എന്നെ കൊല്ലുന്നേ. അയ്യോ എന്നെ കൊല്ലുന്നേ. അയ്യോ എന്നെ കൊല്ലുന്നേ. അയ്യോ എന്നെ കൊല്ലുന്നേ.
അയ്യോ എന്നെ കൊല്ലുന്നേ അയ്യോ എന്നെ കൊല്ലുന്നേ. ആ നിലവിളി കേട്ടു ജനങ്ങൾ കൂടി. അയ്യോ എന്നെ കൊല്ലുന്നേ ആ നിലവിളി കേട്ടു ജനങ്ങൾ കൂടി. അയ്യോ എന്നെ കൊല്ലുന്നേ ആ നിലവിളി കേട്ടു ജനങ്ങൾ കൂടി. അച്ഛനും അമ്മയും ഒപ്പം കൂടി. അച്ഛനും അമ്മയും ഒപ്പം കൂട്ടി. വന്നവരെല്ലാം ചണ്ഡക കൂടി. അച്ഛനും അമ്മയും ഒപ്പം കൂടി. വന്നവരെല്ലാം ചണ്ഡക കൂടി. അച്ഛനും അമ്മയും ഒപ്പം കൂടി. വന്നവരെല്ലാം ഒപ്പം കൂടി. അച്ഛനും അമ്മയും ഒപ്പം വന്നവരെല്ലാം ചണ്ഡക കൂട്ടി. അച്ഛനും അമ്മയും ഒപ്പം കൂടി. വന്നവരെല്ലാം ചണ്ഡക കൂടി. മലയാളത്തിൻ വാക്കുകൾ ഇവിടെ. മലയാളത്തിൻ വാക്കുകൾ ഇവിടെ. കേൾക്കരുതെന്നു പറഞ്ഞൊരു വാർത്ത. മലയാളത്തിൻ വാക്കുകൾ ഇവിടെ. കേൾക്കരുതെന്നു പറഞ്ഞൊരു വാച്ചാർ. മലയാളത്തിൻ വാക്കുകൾ ഇവിടെ. കേൾക്കരുതെന്നു പറഞ്ഞൊരു വാച്ചാർ. മലയാളത്തിൻ വാക്കുകൾ ഇവിടെ. കേൾക്കരുതെന്നു പറഞ്ഞൊരു വാച്ചാർ. മലയാളത്തിൻ തെറി കേട്ടുടനെ. മലയാളത്തിൻ തെറി കേട്ടുടനെ. തെറി കേട്ടുടനെ ചെവിയും പൊത്തി ഓടിപ്പോയി. മലയാളത്തിൻ തെറി കേട്ടുടനെ ചെവിയും പൊത്തി ഓടിപ്പോയി. മലയാളത്തിൻ തെറി കേട്ടുടനെ ചെവിയും പൊത്തി ഓടിപ്പോയി. അമ്മ മൊഴിക്കൊരു വിലയില്ലാത്ത. അമ്മ മൊഴിക്കൊരു വിലയില്ലാത്ത. പള്ളിക്കൂടത്തിൽ കയറിയിടാൻ. അമ്മ മൊഴിക്കൊരു വിലയില്ലാത്ത പള്ളിക്കൂടത്തിൽ കയറിയിടാൻ. അമ്മ മൊഴിക്കൊരു വിലയില്ലാത്ത നിന്നോരെന്നെ പിന്നെ. അറച്ചു നിന്നോരെന്നെ പിന്നെ. അമ്മ മൊഴിക്കൊരു വിലയില്ലാത്ത പള്ളിക്കൂടം തന്നിൽ കേറാൻ. അറച്ചു നിന്നോരെന്നെ പിന്നെ. അച്ഛൻ മറ്റൊരു പള്ളിക്കൂടം അച്ഛൻ മറ്റൊരു പള്ളിക്കൂടം തന്നിലയച്ചു പഠിപ്പിച്ചപ്പോൾ. അച്ഛൻ മറ്റൊരു പള്ളിക്കൂടം തന്നിലയച്ചു പഠിപ്പിച്ചപ്പോൾ. അറിഞ്ഞു ഞാനും മലയാളത്തെ. അച്ഛൻ മറ്റൊരു പള്ളിക്കൂടം തന്നിലയച്ചു പഠിപ്പിച്ചപ്പോൾ. അറിഞ്ഞു ഞാനും മലയാളത്തെ. അറിഞ്ഞു ഞാനും മലയാളത്തെ. അറിഞ്ഞു ഞാനും മലയാളത്തെ. മലയാളമറിയാത്ത മലയാളികളായി നമ്മൾ. മലയാളമറിയാത്ത മലയാളികളായി നമ്മൾ. മരഞ്ചാടി കൂട്ടം പോലെ കഴിയല്ലേ കൂട്ടുകാരെ. മലയാളമറിയാത്ത മലയാളികളായി നമ്മൾ. മരഞ്ചാടി കൂട്ടം പോലെ കഴിയല്ലേ കൂട്ടുകാരെ. മലയാളമറിയാത്ത മലയാളികളായി നമ്മൾ. മരഞ്ചാടി കൂട്ടം പോലെ കഴിയല്ലേ കൂട്ടുകാരെ. മലയാളം മാതാവിൻ്റെ ഭാഷയാണറിയണം. മലയാളം മാതാവിൻ്റെ ഭാഷയാണറിയണം. മാതാവിൻ മാനം കാക്കാൻ മലയാളം പഠിക്കണം. മലയാളം മാതാവിൻ്റെ ഭാഷയാണറിയണം. മലയാളം മാതാവിൻ്റെ ഭാഷയാണറിയണം. മാതാവിൻ മാനം കാക്കാൻ മലയാളം പഠിക്കണം. മാതാവിൻ മാനം കാക്കാൻ മലയാളം പഠിക്കണം. മംഗളമീ കഥ മലയാളികൾക്കും മംഗളമേകും. മലയാളം വാഴ്ക മലയാളി വാഴ്ക. കേരളമാകെ വാഴ്ക വാഴ്ക. മലയാളം വാഴ്ക മലയാളി വാഴ്ക. കേരളമാകെ വാഴ്ക വാഴ്ക. ചിന്തകനും വാഗ്മിയും എഴുത്തുകാരനുമായ EMS നമ്പൂതിരിപ്പാട്
കേരളത്തിന്റെ അഭിമാനമായ EMSനെ അനുസ്മരിച്ചുകൊണ്ട് വേദിയിലെത്തുന്നു നമ്മുടെ ഏവരുടെയും കൂട്ടുകാരി മേഘന നായർ. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ആദരണീയരായ ഗുരുജനങ്ങളെ, നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ പ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട സഹപാഠികളെ, മാതാപിതാക്കളെ, 67ാം കേരള പിറവിയുടെ ആഘോഷ നിറവിൽ നിയമസഭ സംഘടിപ്പിക്കുന്ന ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ പ്രസംഗിക്കാൻ അവസരം ലഭിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിയമസഭയുടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്ന പേര് EMS എന്ന 3 അക്ഷരമാണ്. കാരണം കേരള നിയമസഭയിലേക്ക് ആദ്യം ചുവടുവച്ചത് അദ്ദേഹമാണല്ലോ. അതെ, 1956-ൽ ഐക്യ കേരളം നിലവിൽ വന്ന ശേഷം 1957-ൽ നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന EMSനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ എക്കാലവും തിളങ്ങുന്ന രജത രേഖയാണ് EMS എന്ന ത്രയക്ഷരി. ജനാധിപത്യം എന്ന മഹത്തായ സങ്കല്പത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ലോക വിപ്ലവ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്നത്. കുട്ടികളായ നമുക്ക് EMSനെയും അദ്ദേഹത്തിന്റെ ചിന്താലോകത്തെയും മനസ്സിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത്രയേറെ ആഴവും പരപ്പും വ്യാപ്തിയുമുള്ളതാണ് അദ്ദേഹത്തിന്റെ ലോകം. ആരാണ് EMS എന്ന ചോദ്യത്തിന് ഒറ്റ വാക്യത്തിൽ ഉത്തരം പറയുവാൻ ആർക്കുമാവില്ല. ലോക ചരിത്രത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ മുഖ്യമന്ത്രി, ഐക്യ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി, തൊഴിലാളി വർഗത്തിന്റെ പടനായകൻ, ചിന്തകൻ, സൈദ്ധാന്തികൻ, ചരിത്രകാരൻ, ഗ്രന്ഥകാരൻ എന്നിങ്ങനെ ബഹുമുഖ തലങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന EMSന്റെ ജീവിതം ഇതിഹാസമാണ്. ചരിത്രത്തിനു മുമ്പേ നടന്ന EMS ഉച്ച നീചത്വങ്ങളുടെയും അടിമത്തത്തിന്റെയും ജാതീയതയുടെയും ഊഷര ഭൂമിയായിരുന്ന കേരളത്തിൽ നിന്ന് ജന്മിത്തത്തിന്റെ വേരുകൾ അറുത്തുമാറ്റി. കേരളത്തിൽ ഇന്ന് നാം കാണുന്ന സാംസ്കാരിക ഉന്നതിയും വിദ്യാഭ്യാസ ഉന്നതിയും സാമ്പത്തിക അടിത്തറയുമൊക്കെ EMS മന്ത്രിസഭയുടെ ഭരണ നേട്ടങ്ങളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. വർഷം തോറും 50,000 പറ നെല്ല് പാട്ടമായി ലഭിച്ചിരുന്ന ഏലംകുളം എന്ന ജന്മി കുടുംബത്തിലാണ് EMS ജനിച്ചത്. മലപ്പുറം ജില്ലയിലെ കുന്തിപ്പുഴയുടെ തീരത്താണ് ഏലംകുളം മന. കുഞ്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓമന പേര്. ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് സംസ്കൃതമാണ് ആദ്യം പഠിച്ചത്. തുടർന്ന് പെരിന്തൽമണ്ണയിലും പാലക്കാടുമായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1930-ൽ തൃശൂരിലെ സെന്റ് തോമസ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേർന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊടുങ്കാറ്റുകൾ അടിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. വിദേശ ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട കാലം. മറ്റു യുവാക്കളെ പോലെ EMSും ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. കോഴിക്കോടുള്ള ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കവേ അറസ്റ്റിലായി. ജയിലിൽ പോയ EMSന് സമുദായ ഭ്രഷ്ടിനെ നേരിടേണ്ടി വന്നു. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട EMS ഒളിവു ജീവിതം നയിച്ചു. കാരണം അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടിരുന്നു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും EMSന്റെ സംഭാവനകളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗാന്ധിയും ഗാന്ധിസവും, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, 1.25 കോടി മലയാളികൾ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ബൃഹത് രചനകളിൽ ചിലതു മാത്രമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. ഏതു വിഷയവും അദ്ദേഹത്തിന്റെ തൂലികയ്ക്ക് വഴങ്ങുമായിരുന്നു. 1998 മാർച്ച് 19-ന് EMS എന്ന ഈ രക്തനക്ഷത്രം അസ്തമിച്ചു. എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ OV വിജയൻ ഈ വിയോഗമറിഞ്ഞപ്പോൾ എഴുതിയത് ഇങ്ങനെയാണ്: തുച്ഛമായ തർക്കങ്ങൾ നമുക്ക് മറക്കാം സഖാവേ, അങ്ങില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആരായി പോകുമായിരുന്നു. അതെ, EMS എന്ന ഇതിഹാസത്തിന് മരണമില്ല. ആ മഹാത്മാവിന്റെ സ്മരണകൾക്ക് മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ഏവർക്കും നന്ദി.
ആദ്യത്തെ ലക്ഷണമൊത്ത ചരിത്ര നോവലാണ് CV രാമൻപിള്ള രചിച്ച് 1891 പ്രസിദ്ധീകരിക്കപ്പെട്ട മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിന്റെ ചരിത്രം വിവരിക്കുന്ന മാർത്താണ്ഡവർമ്മ എന്ന നോവലിലെ കഥാപാത്രമായി വേദിയിലെത്തുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായ രാമാനുജനാണ്. രാമാനുജനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത്ര വളരെ പുച്ഛിക്കേണ്ട ആശാനെ. ചെമ്പകക്കനെ നല്ലവണ്ണം അറിയാതെ എല്ലാവരും വെറുതെ ദുഷിക്കുകയാണ്. ഏതെങ്കിലും ഒരു സംഗതി കേട്ടാൽ അതിൻ്റെ സൂക്ഷ്മസ്ഥിതി എങ്ങനെയെന്ന് ആലോചിക്കുന്നതിനുള്ള ബുദ്ധി സാമർഥ്യം ആ അക്കന് തുല്യം വേറെ ആർക്കുമില്ല. വേലുക്കുറുപ്പിൻ്റെ കഥ കളവാണെന്നും അതിൻ്റെ വാസ്തവം വെളിപ്പെടുത്തി തരാമെന്നും ആ അക്കൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ 5-6 മാസമായി കാണാറില്ല. തുർപ്പുത്തി കലിയുഗം മുറ്റിയല്ലയോ വരണത്. പെണ്ണുങ്ങളൊക്കെ കയറി നൂന്നുപോയി. പിള്ളേരൊക്കെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ചമയണൂന്നേ. അവള് പറഞ്ഞത് വെള്ളത്തിൽ എഴുതിക്കൊണ്ടാ മതി. അവളെ കാണാത്തതോ? അവളെ നായിര് തൊലഞ്ഞ് ഇപ്പൊ ചിരി പപ്പനാവൻ തമ്പി അങ്ങൂന്നായി. ആ കാലമാടെ കോടയിൽ കുളിക്കണ രാവണമട്ടത്തി പിള്ളേ. അരുതാശാനെ, അതൊക്കെ വെറുതെയാണ്. എല്ലാവരോടും സംസാരിക്കുകയും തൻ്റെ അഭിപ്രായത്തെ മടികൂടാതെ പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഈ ദുഷ്പേരുണ്ടാക്കി തീർത്തത്. ചെമ്പകം അക്കന് എന്നെക്കുറിച്ച് വലിയ കൂറാണ്. ആശാനെ പോലെ തന്നെ ആ അക്കനും എനിക്ക് വേണ്ടി വളരെ മുഷിഞ്ഞിട്ടുണ്ട്. ആശാൻ ഇങ്ങനെ ഒന്നും പറയരുത്. ആശാന് തോന്നിയതൊക്കെ പറയണം. എന്ത് കോപവും കൊണ്ടാണ് വന്നിരിക്കുന്നത്? ഈ കോപത്തിന് ഒരിക്കലും ഒരു കുറവില്ലെന്നോ? അരനാഴിക നേരം സംസാരിച്ചു കൊണ്ടിരുന്നാൽ 10 പ്രാവശ്യം ദേഷ്യപ്പെടും. കിഴവൻ ഇവിടെ കാര്യമെന്തരും? ചണ്ട പിടിക്കണതും ദേഷ്യപ്പെടണതും ആരുടെ അടുത്ത്? അടിക്കാനും പിടിക്കാനും അച്ചിയോ മക്കളോ ഇരിക്കണോ? നിങ്ങളെയൊക്കെ ധർമ്മം കൊണ്ട് വെള്ളം മോന്തി കിടക്കണം. 60 ചെന്ന് പിറുപിറുത്ത കിഴവന് ചാക്കാലയും പോക്കടിയും ഇല്ലാഞ്ഞിട്ടല്ലയോ ഇതൊക്കെ കാമാനും കേപ്പാനും ഇട വന്നത്. വിവിധ കലാരൂപങ്ങളെ ഭാഷയുമായി ഇണക്കി ചേർക്കുന്നത് മലയാളം പള്ളിക്കൂടത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. കവിതയും കൊട്ടും പാട്ടും വരയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു രസകരമായ ജുഗൽബന്ദിയാണ് ഇനി. പ്രശസ്ത കവി ശ്രീ NK ദേശമെഴുതി അത്തിപ്പറ്റ രവി ചിട്ടപ്പെടുത്തിയ ആനക്കൊമ്പൻ എന്ന കവിത മലയാളം പള്ളിക്കൂടത്തിലെ രക്ഷിതാവായ കാർട്ടൂണിസ്റ്റ് സുജിത് ആലപിക്കുന്നു. കവിതയുടെ വരികൾക്കൊപ്പം ആനക്കൊമ്പനെ വലിയ ക്യാൻവാസിൽ വരയ്ക്കാനെത്തുന്നത് ചിത്രകാരിയായ ജഹന്നാര. ആനക്കൊമ്പൻ. അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. അമ്പലഗോപുര നടയിലൊരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്ക് ആനയിലിത്തിരി കമ്പമെനിക്കുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ. വളഞ്ഞുരുണ്ടും വെളുത്തുകൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട്, വലിയൊരു വയറുണ്ടേ. കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4 കാറ്റത്തിളകും ചെമ്പില മാതിരി കാതുകൾ 2 കാലുകളല്ല കനത്ത കരിങ്കൽ തൂണുകൾ 4
കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും വെളുത്ത ഭസ്മക്കുറിപോൽ നെറ്റിയിലിത്തിരി പാണ്ടുണ്ടേ. കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ. കാലിൽ തുടലു കിലുങ്ങുന്നുണ്ടേ, വാലിളകുന്നുണ്ടേ. ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ. ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ. ആനക്കൊമ്പനെയാകെ പാടെ കാണാനഴകുണ്ടേ. താങ്ക് യു. വാമൊഴി വഴക്കത്തിന്റെ വിസ്മയ നിമിഷങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേദിയിലെത്തുന്നു അധ്യാപികയും എഴുത്തുകാരിയുമായ ശ്രീജ പ്രിയദർശൻ. ശ്രീജ ടീച്ചറിനെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മുടെ ഭാഷ നാടൻ പാട്ടുകൾ കൊണ്ടും പഴമൊഴികൾ കൊണ്ടും പഴഞ്ചൊല്ലുകൾ കൊണ്ടും വായ്ത്താരികൾ കൊണ്ടും സമ്പന്നമാണ്. ഇതിൻ്റെ ഉദ്ദേശം പദസമ്പത്ത് വർദ്ധിപ്പിക്കുക, അതുപോലെ വാക്കുകളും അക്ഷരങ്ങളും നന്നായി ഉച്ചരിക്കുക. അത്തരത്തിലുള്ള കുഞ്ഞു കവിതകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ര, ള എന്നീ അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാനും മനസ്സിലാക്കാനും ഉതകുന്ന ഒരു കുഞ്ഞുപാട്ട്. ഉരിയരി വേവിച്ചുരുള ഉരുട്ടി ഉരുളയെടുത്തിട്ടുരുളിയിലിട്ടു ഉരുളിയെടുത്തിട്ടുറിമേൽ വെച്ചു ഉറിയിലിരുന്നിട്ടുരുളി വിരണ്ടു ഉരുളയും ഉരുളിയും ഉറിയും കൂടി തിത്തോം തകർത്തോം തറയിൽ വീണിട്ടുരുളകൾ അങ്ങനെ ഉരുളോടുരുളാണ് ഉരുളയും ഉരുളിയും ഉരുളോടുരുളാണ് ഉരുളയും ഉരുളിയും ഉരുളോടുരുള്. കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് ഭാഷാ പ്രയോഗം വളരെ ലളിതമാക്കാം. അദ്ദേഹത്തിൻ്റെ സീതാ സ്വയംവരത്തിലെ പടപ്പുറപ്പാട് രംഗം, ആനപ്പടയും കുതിരപ്പടയും സേനാപതികൾ അമാത്യന്മാരും മാനത്തോളം ഉയർന്ന രഥങ്ങളും ആനകൾ ദുന്ദുഭിവാദ്യക്കാരും നായന്മാരൊരു കോടി സഹസ്രം കാര്യസ്ഥന്മാർ യജമാന്മാരും ആയുധപാണികൾ ആയിരം ആയിരം ആയതിന് ഓരോ യജമാന്മാരും കൊട്ടും വെടിയും കൊമ്പും കുഴലും തട്ടും മുട്ടും തിക്കുതിരക്കും ചട്ടട്ടീടിന കുടതല ചാമരം ഒട്ടല്ലനവധി യോഗം കൂടി കേളച്ചാരെ കൂവാ നമ്മുടെ വാളും പരിചയം ഇങ്ങു തരാമോ ആയതു കൊള്ളാം നിന്നുടെ കയ്യിലൊരു ആയുധമില്ലേ രാമച്ചേട്ട എന്നുടെ കുന്തം പണയം വെച്ചു എന്തിനു താനത് പണയം വെച്ചു വെറ്റില പുകയില കൊള്ളുവാൻ ഇങ്ങൊരു വകയില്ലാഞ്ഞതു പണയം വെച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് യാ ഴ ഈ അക്ഷരങ്ങൾ എഴുതുമ്പോഴും ഉച്ചരിക്കുമ്പോഴും ചെറിയ ചില സംശയങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ അക്ഷരങ്ങൾ വ്യക്തമായി ഉച്ചരിക്കാൻ ഒരു കുഞ്ഞു കവിത. തകഴിയിൽ അഴകിൽ ഒഴുകും പുഴയിൽ അഴകി തുഴയും തുഴ ഇഴുകി ഒഴുകി അഴലിൽ അഴകി മുഴുകി ഒഴുകി വേഗം. ഇത് നിങ്ങൾ ആവർത്തിച്ച് പാടി നോക്കുക. അതുപോലെ നമ്മുടെ സാഹിത്യത്തിൽ കുറുങ്കവിതകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. വേഗത്തിൽ പാടാവുന്ന കുറുങ്കവിതകൾ. അത്തരത്തിലുള്ള ഒരു പാട്ടാണ് അപ്പാപ്പൻ അക്കരെ തെരുവിൽ ചെന്ന് കച്ചവടം ചെയ്ത കഥ. അതൊന്ന് പാടാം. ഐക്കര നാട്ടിലെ അപ്പാപ്പൻ ഉപ്പാപ്പൻ അരക്കും കൊണ്ട് ഉരുക്കും കൊണ്ട് അപ്പവും കൊണ്ട് ഉപ്പും കൊണ്ട് അരിയും കൊണ്ട് അവലും കൊണ്ട് അക്കരെ തെരുവിൽ ചെന്ന് അരക്കും വിറ്റ് ഉരുക്കും വിറ്റ് അപ്പവും വിറ്റ് ഉപ്പും വിറ്റ് അരിയും വിറ്റ് അവലും വിറ്റ് അരിയുണ്ട തരിയുണ്ട പൊരിയുണ്ട വാങ്ങിയിട്ട് മുണ്ടിൽ പൊതിഞ്ഞിട്ട് മിണ്ടാതെ പോണത് കണ്ടവരാരുണ്ട് കൂട്ടരെ ചൊല്ലുമോ. യാറ ഈ അക്ഷരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു പാട്ട് കേട്ടാലോ. ചറപറ ചെറുപയർ ഒരുപറ നിറയെ ഉറിമേൽ വെച്ചാൽ ഉറിയോ മറയുക പറയോ മറയുക പയറോ മറയുക പറയുക പതറാതുരാതിനിയും. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വട്ടപ്പറമ്പിൽ പീതാംബരൻ സാറിൻ്റെ, അതേപോലെ കുട്ടികളുടെ അപ്പൂപ്പൻ സാറിൻ്റെ ഒരു കവിത കേട്ടാലോ. അജ്ഞാനം നാം നീക്കിയിടേണം വിജ്ഞാനം നാം നേടിയിടേണം
ആജ്ഞാപിച്ചാൽ ഒരുവർക്കും അജ്ഞത മാറ്റാനാവില്ല, അജ്ഞത മാറ്റാനാവില്ല. ഇപ്പോ സദ്യവട്ടം എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പൊ സദ്യവട്ടം പാടി പഠിക്കുന്നതിന് കുഞ്ചൻ നമ്പ്യാരുടെ രുക്മിണി സ്വയംവരം തുള്ളലിലെ ഒരു ഭാഗം പഠിച്ചാൽ മതി. കുറിയരി വെച്ചു വെളുത്തരി ചോറും കറികളും ആശു വിളമ്പി നിരന്നു നറുനീ ശർക്കര നേന്ത്രപ്പഴവും ചെറു പപ്പടമൊരുവത്തിരുന്നൂറും ആനച്ചുവടൻ പപ്പടമൊരുവക തേനും നല്ലൊരു പഞ്ചാരക്കറി ചേനക്കറി ചില പച്ചടി കിച്ചടി പാനകമൊരുവക നാരങ്ങാക്കറി ഇഞ്ചിപ്പച്ചടി മാങ്ങാപ്പച്ചടി വറുത്തും പയറുവറുത്തും ചക്കപ്രഥമൻ അടപ്രഥമൻ ഇതമൊക്കെ പറവാൻ നേരം പോരാ. എൻ്റെ ഈ കുഞ്ഞു കവിത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തങ്ങളുടെ കുട്ടികൾ മലയാളം പഠിക്കണമെന്നും കേരള സംസ്കാരം അറിഞ്ഞു വളരണമെന്നും നിർബന്ധമുള്ളവരാണ് മലയാളം പള്ളിക്കൂടത്തിലെ രക്ഷിതാക്കൾ. അവർ തന്നെയാണ് മലയാളം പള്ളിക്കൂടത്തിന്റെ ശക്തിയും പിൻബലവും. തീർച്ചയായും പ്രശസ്ത ഗായികയും സംഗീത അധ്യാപികയുമായ അർച്ചന പരമേശ്വരന്റെ നേതൃത്വത്തിൽ മലയാളം പള്ളിക്കൂടത്തിലെ രക്ഷിതാക്കൾ അവതരിപ്പിക്കുന്ന ഗാനമാലികയാണ് ഇനി. നമുക്ക് ഏവർക്കും ഏറെ കയ്യടിയോടെ ഇവരെ എല്ലാവരെയും സ്വീകരിക്കാം, ഒപ്പം ഗാനമാലിക ആസ്വദിക്കാം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗോകർണം വരെ നീണ്ടുകിടന്ന പഴയ കേരളത്തെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വാഴ്ത്തുന്നു. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കുവടക്കു നീളേ അന്യോന്യമംബാശിവ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുള്ളൊരു നല്ല രാജ്യം. ഈ മനോഹര നാടിനെ, ഇതിൻ്റെ പച്ചപ്പിനെ, പുഴകളെ ഒക്കെ വാഴ്ത്തിപ്പാടുന്നു പാലാ നാരായണൻ നായർ. പാരിനു പരിഭൂഷ ചാർത്തിടും ഭാരതത്തിൻ്റെ ചിത്രകം കേരളം വിളങ്ങുന്നു കോമളം കേരവൃക്ഷക സങ്കുലം. പാരിനു പരിഭൂഷ ചാർത്തിടും ഭാരതത്തിൻ്റെ ചിത്രകം കേരളം വിളങ്ങുന്നു കോമളം കേരവൃക്ഷക സങ്കുലം. സസ്യമേചകമേഖലാവൃതം സഖ്യപർവതലാളിതം പച്ചപുൽകിയ പുണ്യസൈകതം പശ്ചിമാഭിസമ്മേളിതം. മന്ദമാരുത നൃത്തകുഞ്ചകം നന്ദനോദ്യാന കോതകം കേരളം വിളങ്ങുന്നു കോമളം കേവലാനന്ദ കന്തളം. മലയാള നാടിൻ്റെ ശാലീന സൗന്ദര്യം വരച്ചു കാട്ടുന്നു പ്രിയ കവി ചങ്ങമ്പുഴ. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി
മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റോരാലസൽ ഗ്രാമഭംഗി ഉലകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരോളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ ഒരു ദൂരെ പൂമഴയായി പിന്നെ. സ്വാതന്ത്ര്യ സമരകാലത്ത് മലയാളിയെ സമരഗാനങ്ങൾ ചൊല്ലി പഠിപ്പിച്ചത് കവി ബോധേശ്വരനാണ്. അദ്ദേഹത്തിന്റെ കേരള ഗാനത്തിൽ നിന്ന് ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ കോമള കേരള ധരണി ജയ ജയ മാമക പൂജിത ജനനി ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ജയ ജയ പാവന ഭാരത ഹരിണി ജയ ജയ ധർമ്മ സമന്വയ രമണി ചേര പുരാരന പാവന ചരിതേ ആര്യകുലോൽക്കട ഭാർഗവ നിരതേ ദ്രാവിഡ പരിവൃഢ വനിതേ മഹിതേ ദ്രാവിഡ സംസ്കൃത വംശോജ്വലിതേ പ്രേമദമാകും പ്രമരവനം താൻ ശ്യാമള സുന്ദരമെന്നുടെ രാജ്യം മലയജ സുരഭില മാരുതനേക്കും മലയാളം മാമകരാജ്യം മലയാളം മാമകരാജ്യം. കേരളത്തിന്റെ മുന്നേറ്റത്തിൽ നമുക്ക് കൈകൾ കോർത്ത് ഒന്നിച്ച് ഒരുമയോടെ ചുവടുകൾ വയ്ക്കാം. ഭാസ്കരൻ മാഷ് പാടിയതുപോലെ പദം പദമുറച്ചു നാം പാടി പാടി പോവുക പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാ പുതിയ കേരളം മനോഹരം. പദം പദമുറച്ചു നാം പാടി പാടി പോവുക പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ നവം നവരണങ്ങളിൽ നമ്മൾ തൻ ത്യാഗങ്ങളിൽ നാം രചിക്കുമാ പുതിയ കേരളം മനോഹരം. കേരളം മനോഹരം കേരളം മനോഹരം.